1941 ഫെബ്രുവരി 22 പാലായിലെ പൂവരണിയിൽ മെഴ്സി മാത്യു എന്ന പെൺകുട്ടി ജനിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് 1958 ബീഹാറിലെ ഹസാരിബാഗ് കോൺവെന്റിൽ കന്യാസ്ത്രീ പഠനത്തിനായി പോകുന്നു. റാഞ്ചി സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്ന് 1963 BSc പാസ്സാകുന്നു. കന്യാസ്ത്രീ പരിശീലനം ഒരു വർഷം ബാക്കിയുള്ളപ്പോൾ മെഴ്സി മാത്യു 1965 കോൺവെന്റ് വിട്ടിറങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് അധ്യാപന ജീവിതം. ബീഹാറിലെ പാലാമോ ജില്ലയിൽ ഗോത്രവർഗ ഗ്രാമമായ മഹോഡയിലെ ഹൈസ്കൂളിലും ജബൽപൂരിലെ സെന്റ് ജോസഫ് ഇംഗ്ലീഷ് സ്കൂളിലുമായി 3 വർഷക്കാലത്തോളം പഠിപ്പിക്കുന്നു. 1968 കോഴിക്കോട് മേരിക്കുന്ന് ഹോസ്പിറ്റലിൽ നഴ്സിംഗ് പരിശീലനം. കുറെ കാലം മുംബൈയിലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന സംഘടനയോടൊപ്പം സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു മെഴ്സി മാത്യു. പിന്നീട് അങ്ങോട്ട് കൽക്കട്ടയിലും ബംഗ്ലാദേശിലുമായി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ നിരന്തരമായി ഇടപെടുന്നു. മുംബൈയിലെ നിർമ്മല നികേതനിൽ നിന്ന് MSW പഠിക്കുന്നു. പിന്നീട് പഠനം ഉപേക്ഷിച്ച് ചേരികളിലേക്ക് പോയി അവരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു. തുടർന്ന് അങ്ങോട്ട് ഇന്ത്യയിലൊട്ടാകെ പ്രകൃതി ദുരന്തങ്ങളുടെ റിലീഫ് വർക്കുകളിൽ ഭാഗമാകുന്നു. MSW പൂർത്തിയാക്കുന്നു. പിന്നീട് മധ്യപ്രദേശിലെ സുർലഖാപ്പ എന്ന ഗോത്രവർഗ ഗ്രാമത്തിൽ ഏറെക്കാലത്തെ ജീവിതം. LLB പാസ്സാകുന്നു. പിന്നീട് അങ്ങോട്ട് പല ഗോത്രവർഗങ്ങളുടെ വിദ്യാഭ്യാസത്തിനും അവകാശ സംരക്ഷണങ്ങൾക്കുമായി ജീവിതം മാറ്റിവെക്കുന്നു. തന്റെ 22ാമത്തെ വയസ്സിൽ മഠം ഉപേക്ഷിച്ച് ആരും പോകാൻ മടിക്കുന്ന ചേരികളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ഗോത്രവർഗങ്ങൾക്കിടയിൽ ജീവിച്ച അവരുടെ ജീവിതവും സംരക്ഷണവും ഏറ്റെടുത്ത മെഴ്സി മാത്യു എന്ന പെൺകുട്ടിയെ നിങ്ങൾ ഒരുപക്ഷെ അറിയില്ല. എന്നാൽ ദയാഭായി എന്ന ഒറ്റയാൾ പോരാളിയെ നിങ്ങൾ അറിയാതെ ഇരിക്കില്ല. അറിവിന്റെ ആർക്കൈവ്സിലേക്ക് മറ്റൊരു കാര്യം കൂടി. എല്ലാവർക്കും ആർക്കൈവ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗാന്ധിയും രീതികളും ഏറെ പ്രിയപ്പെട്ട ദയാഭായി അത്തരമൊരു ജീവിതം തിരഞ്ഞെടുത്തതിൽ അച്ഛൻ മാത്യുവിനും വലിയൊരു പങ്കുണ്ട്. തികച്ചും ഗാന്ധിയനായ ഖാദിദാരിയായ അച്ഛൻ മാത്യു സ്വാതന്ത്ര്യ സമര സേനാനിയും സ്വാതന്ത്ര്യ സമര പെൻഷൻ വേണ്ടെന്ന് വെച്ച ആദർശവാദിയുമാണ്. ബറൂളിലെ ദയാഭായിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ വീടിന്റെ മൺചുവരിൽ ഗോത്രവർഗക്കാരന്റെ അമ്പും വില്ലും, ബുദ്ധന്റെ ധർമ്മചക്രവും, ഇസ്ലാമിന്റെ ചന്ദ്രക്കലയും, ജൈനന്റെ സ്വസ്തികയും, പാഴ്സിയുടെ വിളക്കും, സിഖുകാരന്റെ വിശുദ്ധ കടാരകളും, ഹരിജന്റെ ചക്രവും, ക്രിസ്ത്യാനിയുടെ കുരിശും, ഹിന്ദുവിന്റെ ഓമും ചേർന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ കഴിയും. പൂവരണിയിലെ ഒരു പ്രധാന കുടുംബമായ പുല്ലാട്ട് തറവാട്ടിൽ ജോലിക്കാരായി പല മതവിഭാഗങ്ങളിൽപ്പെട്ടിരുന്നവരും കീഴ്ജാതിക്കാരും ഉണ്ടായിരുന്നു. പണിക്കാർക്കൊക്കെ ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത് വേറെ ഇടങ്ങളിൽ വെച്ച് പ്രത്യേക പാത്രങ്ങളിലായിരുന്നു. അവരുടെ പാട്ടുകളും തമാശകളും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു മെഴ്സി എന്ന കൊച്ചു പെൺകുട്ടി. നാട്ടിലെ അത്യാവശ്യം പുരോഗമനമായ കുടുംബമാണെങ്കിലും ഐത്തത്തെ മാറ്റി നിർത്താനോ ജാതീയതയെ ഒഴിവാക്കാനോ പുല്ലാട്ട് തറവാടിനും ആകുമായിരുന്നില്ല. പുലിയരോടൊപ്പം ഇരുന്ന് അവരുടെ പാളയിൽ നിന്ന് വെള്ളം കുടിച്ചതിന് കുട്ടിക്കാലത്ത് നല്ല അടി കിട്ടിയിട്ടുണ്ട് മെഴ്സിക്ക്. കുട്ടിക്കാലം മുതൽ അവരെ പോലെ വസ്ത്രം ധരിക്കാനും അവരുടെ ഭക്ഷണം കഴിക്കാനും അവരോടൊപ്പം കൂട്ടുകൂടാനും മെഴ്സിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പുലയർ മണ്ണിലെ മാളങ്ങൾ പുകച്ച് എലി പിടിക്കുന്നതും ചുട്ടലിയെ പുഴുക്കിനൊപ്പം തിന്നുന്നതുമൊക്കെ നിരീക്ഷിച്ചിട്ടുള്ള മെഴ്സി സ്കൂൾ തലത്തിൽ അവയൊക്കെ അവതരിപ്പിച്ച് സമ്മാനം നേടിയിട്ടുണ്ട്. എലി പിടിക്കുന്ന പുലയ വിഭാഗം നാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരെ ഇപ്പോൾ നമ്മുടെ നാടുകളിൽ സാധാരണയായി കാണാറില്ല. എന്നാൽ പിന്നീട് തന്റെ ജീവിതത്തിലെ സമരങ്ങൾക്കിടയിൽ, യാത്രകൾക്കിടയിൽ ഇത്തരത്തിലുള്ള നിരവധി ജോലികൾ ചെയ്യുന്ന ട്രൈബുകളെ ദയാഭായി കണ്ടിട്ടും അടുത്തറിഞ്ഞിട്ടുമുണ്ട്. കല്ലുകൾ കൊണ്ടും മുത്തുകൾ കൊണ്ടും മനോഹരമായ ആഭരണങ്ങൾ ഉണ്ടാക്കി പാവാടയും ഉടുപ്പുമിട്ട ലോഹർ ട്രൈബുകൾ ഇത്തരത്തിൽ എലികളെയും കീരികളെയും ആമകളെയും പിടിച്ചു തിന്നുന്നവരാണ്. സഞ്ചാരികളായ ഇവർ തങ്ങളുടെ വളർത്തുമൃഗങ്ങളോടൊപ്പം ജീവിതത്തിലുടനീളം സഞ്ചരിക്കുകയും ആയുധങ്ങൾ ഉണ്ടാക്കി വിറ്റുമാണ് ജീവിക്കുന്നത്. ഇവരെയൊക്കെ അടുത്തറിയുമ്പോൾ കൂടുതലായി പ്രിയപ്പെട്ടതായി മാറുന്നു അവരുടെ ജീവിതം ദയാഭായിക്ക്. ഉടഞ്ഞ ഒരു കോട്ടൺ സാരി ഉടുത്ത് ഗോത്രവർഗ അടയാളങ്ങളായ സ്റ്റീൽ വളകളും രാഖിയും ഒക്കെ ഇട്ട് വിദേശ രാജ്യങ്ങളിൽ പോയി പ്രഭാഷണങ്ങൾ നടത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദയാഭായിക്ക് പലപ്പോഴും ഗാന്ധിയനായ അച്ഛനിൽ നിന്ന് പോലും ഇത്രയും വേണമായിരുന്നോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. മഴയിലും വെയിലിലും അലഞ്ഞു തിരിഞ്ഞതിന്റെ ഭാഗമായി കറുത്തു ചുളിങ്ങിയ തൊലിപ്പുറങ്ങൾ ദയാഭായിക്ക് അവകാശ പോരാട്ടങ്ങളുടെ അടയാളങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു. മമത കണ്ടറിഞ്ഞ് വളർന്ന ആളാണ് ദയാഭായി. പാപങ്ങളോടും കീഴാള സ്ത്രീകളോടും കരുണയോടെ പെരുമാറിയ അവരുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും വേണ്ടി ഒരുപാട് സഹായങ്ങൾ നൽകിയ ഒരു മമ്മ കുഞ്ഞു മെഴ്സിക്ക് ഉണ്ടായിരുന്നു.
ഒരുപാട് ധനവും മഹിമയുമുള്ള പുല്ലാട്ടു കുടുംബക്കാരനായ അച്ഛൻ മാത്യു ഒരു സാധാരണ വീട്ടിൽ നിന്നുമാണ് വിവാഹം കഴിക്കുന്നത്. ആർഭാടങ്ങളും ആഡംബരങ്ങളും ഇല്ലാത്ത ഒരു വിവാഹമായിരുന്നു അത്. മെഴ്സിയുടെയും സഹോദരങ്ങളുടെയും കുട്ടിക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ മിക്കപ്പോഴും ജയിലിലായിരുന്ന പിതാവ് മാത്യു തികഞ്ഞ ഒരു ഗാന്ധിയനും നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. പിന്നീട് കോൺഗ്രസിൽ നിന്ന് അകന്നു മാറിയെങ്കിലും ജാതി വ്യവസ്ഥകൾക്കെതിരെ രഹസ്യമായെങ്കിലും പ്രവർത്തിച്ച ആളാണ് ദയാഭായിയുടെ അച്ഛൻ മാത്യു. ദയാഭായിയുടെ സഹോദരങ്ങൾ വലിയ വീടുകൾ പണിഞ്ഞ് ആഡംബര ജീവിതത്തിലേക്ക് പോയപ്പോഴും താൻ പഠിപ്പിച്ച ലാളിത്യങ്ങൾ മറന്നുകൊണ്ട് ജീവിച്ചപ്പോഴും വേദനിച്ചതിനേക്കാൾ കൂടുതൽ തന്റെ ഇളയ മകൾ മേഴ്സിയുടെ തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം വേദനിച്ചിട്ടുണ്ട്. ഒരിക്കൽ അവളെ കണ്ടാൽ മദാമയെ പോലെ ഇരുന്നു, ഇപ്പോൾ കണ്ടാൽ പുലിയ സ്ത്രീയെ പോലെയുണ്ട് തുടങ്ങിയ ആക്ഷേപങ്ങൾ എന്നും ആസ്വദിച്ചിട്ടേ ഉള്ളൂ ദയാഭായി. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ചെടികളെയും കൃഷിയെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കാൻ മെഴ്സിയെ പഠിപ്പിച്ചത് അച്ഛൻ മാത്യു ആയിരുന്നു. കുട്ടിക്കാലത്ത് ചെടികളും ഫലവൃക്ഷ തൈകളും നൽകി കായ്ഫലമോ മറ്റു പ്രതിഫലങ്ങളും പ്രതീക്ഷിക്കാതെ അവയെ നോക്കി വളർത്താനുള്ള പാഠങ്ങൾ മെഴ്സിക്ക് പകർന്നു കിട്ടിയിരുന്നു. സ്കൂളിലൊക്കെ അധികം ആരോടും മിണ്ടാതെയും കൂട്ടുകൂടാതെയും ഇരുന്ന മെഴ്സി പക്ഷെ ചെടികളോടും പൂക്കളോടും പ്രകൃതിയോടും ഒക്കെ അടുത്തിടപഴകി അവയോട് കിന്നാരം പറഞ്ഞ് ചങ്ങാത്തം കൂടിയിരുന്നു. 1953 വിളക്കുമാടത്തെ സ്കൂളിൽ നിന്നും നഗരത്തിലേക്ക് എക്സ്കർഷന് പോയപ്പോൾ കൂട്ടുകാരികളെല്ലാം ചാന്തും റിബണും കൺമഷിയും ഒക്കെ വാങ്ങിച്ചു കൂട്ടിയപ്പോൾ സപ്പോട്ട ചെടിയും കറുവാമരത്തിന്റെ തൈയും വാങ്ങിയ കുഞ്ഞു മെഴ്സിയെ ടീച്ചർമാരും കൂട്ടുകാരും പിന്നീട് വീട്ടിലെത്തിയപ്പോൾ ബന്ധുക്കളും കളിയാക്കിയെങ്കിലും അച്ഛൻ മാത്യു മാത്രം അവൾക്ക് സപ്പോർട്ട് നൽകി കൂടെ നിന്നു. ഇപ്പോഴും കൃഷി ചെയ്യുന്ന സ്വന്തമായി കൃഷിയിടമുള്ള ദയാഭായിയിൽ കൃഷിയും പ്രകൃതിയും മനുഷ്യരും നന്മയും സഹജീവി സ്നേഹവും ഒക്കെ ഒരു നാൾ പൊട്ടിമുളച്ചതല്ല. ബറൂളിലെ തന്റെ പൂക്കളും പഴങ്ങളും പച്ചക്കറിയും ധാന്യവിളകളും നിറഞ്ഞ കൃഷിയിടങ്ങൾ കാളയും കലപ്പയും വിയർപ്പും ഉപയോഗിച്ച് സ്നേഹം ചാലിച്ച് വളർത്തിയുണ്ടാക്കിയെടുത്തവയാണ്. നാടും വീടും ബന്ധങ്ങളും കെട്ടുപാടുകളും ഇല്ലാതെ സുള്ളഖാപ്പയിലെയും തിൻസയിലെയും ഗോണ്ടുകളുടെ മൺകുടിലുകളുടെ വരാന്തകളിൽ കിടന്നുറങ്ങുന്ന ദയാബായിക്ക് സ്വന്തമായി കൃഷിഭൂമി ഉള്ളതിന് പിന്നിലും ഒരു കഥയുണ്ട്. ആദിവാസികളുടെ ഭൂമി അധികാരികളും പ്രഭുക്കന്മാരും ചേർന്ന് തട്ടിയെടുക്കുമ്പോൾ സ്വന്തമായി ഭൂമി വാങ്ങാനോ വീട് കെട്ടാനോ പോലും താല്പര്യമില്ലാതിരുന്ന ദയാഭായിക്ക് അച്ഛൻ മാത്യുവിന്റെ നിർബന്ധപ്രകാരമാണ് ഒരു കുടുംബ വിഹിതം സ്വീകരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് വാങ്ങിയതാണ് ബറൂളിലെ കൃഷിഭൂമി. തരിശായി കിടന്ന ആരും വാങ്ങാതെ ഇരുന്ന ഭൂമി വാങ്ങിച്ച് രാസവളമോ മറ്റു കീടനാശിനികളോ ഉപയോഗിക്കാതെ വിളയിച്ച് ഒരു വിജയമാക്കി തീർത്തത് ദയാഭായിയുടെ നേട്ടങ്ങളിൽ ഒന്നാണ്. സ്വാഭാവിക നനവുള്ള ബറൂളിലെ കൃഷിയിടങ്ങൾ ബക്കർ എന്ന് വിളിക്കുന്ന ഒരു തരം കലപ്പ ഉപയോഗിച്ചാണ് ഉഴുകുന്നത്. ചോളം, ചന, സോയാബീൻ, നിലക്കടല, ഉഴുന്ന്, പയർ, ചാമ, മസൂർ ഇവയൊക്കെയാണ് ഉത്തരേന്ത്യൻ കർഷകരുടെ പ്രധാന കൃഷിവിളകൾ. ഇതിനോടകം തന്നെ ചിന്ദ്വാഡ ജില്ലയിലെ മഴക്കാലവും കൃഷിരീതികളും കർഷകരെയും കർഷക ജീവിതവും ഒക്കെ അടുത്തറിഞ്ഞിരുന്ന കർഷക കൂടിയായിരുന്നു ദയാഭായി. കന്നുകാലികൾക്കുള്ള പുൽക്കെട്ടുകളുമായി അതിനു മുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇരുത്തി ഗ്രാമവഴികളിലൂടെയും വയലുകളിലൂടെയും വരുന്ന കർഷകന്റെ കാളവണ്ടികൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലെ സ്ഥിര കാഴ്ചയായിരുന്നു ദയാഭായിക്ക്. വ്യത്യസ്ത കാലവിളകളും കൃഷിരീതികളും മെതിരീതികളും മെതിക്കളങ്ങളും വിതയ്ക്കാനും കൊയ്യാനുമുള്ള സമയവും എല്ലാം ദയാഭായിക്ക് അറിയാം. അത്രമേൽ അവരുടെ ജീവിതവും ജീവിത ശൈലികളുമായി പൊരുത്തപ്പെട്ട് അവരോടൊപ്പം ജീവിക്കുന്ന ആളാണ് ദയാഭായി. കല്ലുകൾ നിറഞ്ഞ മയമില്ലാത്ത മണ്ണായിരുന്നു ബറൂൾ ഗ്രാമത്തിലേത്. മഹുവ, ആജാർ, ചിരോഞ്ചി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഏതാനും ചില വൃക്ഷങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മഴക്കാലത്ത് കിട്ടുന്ന വെള്ളം ഒലിച്ചു പോകാതെ കൃഷിയിടങ്ങളിൽ തങ്ങി നിർത്തിപ്പിച്ച് മണ്ണിനെ തണുപ്പിച്ചാണ് ദയാഭായ് കൃഷി ആരംഭിച്ചത്. അതിരുകളിൽ മുള പിടിപ്പിച്ചു മണ്ണുകളെ തട്ടായി ക്രമപ്പെടുത്തിക്കൊണ്ടും ഭൂമിയെ ഒരുക്കിയ ദയാഭായ് മണ്ണിനെ അടുത്തറിഞ്ഞ് കൃഷി ചെയ്യാൻ തുടങ്ങി. രാസവളങ്ങളും മറ്റും ഉപയോഗിക്കാതെ പശുവിനെ വാങ്ങി അതിന്റെ ചാണകം ഉപയോഗിച്ചു. മണ്ണിര കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി, കിണറുകുത്തി, സീസൺ അനുസരിച്ച് വിളകൾ കൃഷി ചെയ്തു. എങ്ങും കിട്ടാത്ത ഔഷധ ചെടികൾ വരെ ദയാഭായിയുടെ കൃഷിഭൂമിയിലുണ്ട്. ബഹൻജി, ചൂടുകാലത്തും നിങ്ങളുടെ കൃഷിയിടത്തിന് മുന്നിലൂടെ പോകുമ്പോൾ തണുപ്പാണെന്ന് അവിടുത്തെ ഗ്രാമീണർ പറയുന്നത് കേൾക്കാൻ ദയാഭായിക്ക് ഇഷ്ടമാണ്.
ഹസാരിബാഗ് കോൺവെന്റിൽ ഉണ്ടായിരുന്ന ഒരു ക്രിസ്മസ് കാല രാത്രിയാണ് തന്റെ ഇടം ഇതല്ല എന്ന് മെഴ്സി ഉറപ്പിക്കുന്നത്. പട്ടിണിയും പേറി കോൺവെന്റിന്റെ മുറ്റത്ത് വന്ന് ക്യാമ്പടിച്ചിരുന്ന ബീഹാറി ഗോത്രവർഗക്കാരെ മെഴ്സി ശ്രദ്ധിക്കുമായിരുന്നു. അവരുടെ പട്ടിണിയും പരിവട്ടങ്ങളും ഇല്ലായ്മകളും മെഴ്സിയെ അസ്വസ്ഥയാക്കാൻ തുടങ്ങിയിരുന്നു. തണുത്തു വിറച്ച് അരവയറ്റിൽ തന്റെ കോൺവെന്റ് മുറ്റത്ത് ഉറങ്ങിയിരുന്ന അവരെ മറന്ന് ക്രിസ്മസിന്റെ സദ്യവട്ടങ്ങളിലും ആഡംബരപൂർണമായ ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ മെഴ്സിക്ക് കഴിയുമായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു രാത്രിയാണ് തനിക്ക് ആ ഗോത്രവർഗക്കാരുടെ ഒപ്പം പോകണമെന്ന് മെഴ്സി തന്റെ മദറിനെ അറിയിക്കുന്നത്. പിശാചിന്റെ വിളിയാണെന്ന് അവർ പറഞ്ഞുവെങ്കിലും പിന്തിരിയാൻ അതൊരു കാരണമായിരുന്നില്ല മെഴ്സിക്ക്. അവൾ അറിഞ്ഞതോ കേട്ടതോ പഠിച്ചതോ ആയ മിഷണറിമാരെയോ കോൺവെന്റുകളെയോ സെമിനാരികളെയോ മെഴ്സിക്ക് എവിടെയും കണ്ടെത്താനായില്ല. വഴിയരികിലുള്ള അന്ധന് സ്വന്തം പൊതിച്ചോറ് നൽകി പട്ടിണിയിരിക്കുന്ന മെഴ്സിക്ക് ഒരിക്കലും കോൺവെന്റിന്റെ ചിട്ടവട്ടങ്ങളോടും ആശയങ്ങളോടും പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകാനായില്ല. മെഴ്സിയെ വീട്ടിലേക്ക് വിടാൻ തയ്യാറാവാതിരുന്ന സഭ ബീഹാറിലെ തന്നെ ഗോത്രവർഗ മേഖലയായ ഡാൾട്ടൻഗഞ്ച് ജില്ലയിലുള്ള ഒരു സ്കൂളിലേക്ക് ടീച്ചറായി ജോലി ചെയ്യുന്നതിന് മെഴ്സിയെ അയക്കുന്നു. അവിടെ വെച്ചാണ് മെഴ്സി ആദ്യമായി ഗോത്രവർഗക്കാരുടെ ജീവിതം അടുത്തറിയുന്നതും അവരിൽ ഒരാളായി ജീവിക്കാൻ തുടങ്ങുന്നതും. അതിന്റെ ഭാഗമായി സുഗന്ധ സോപ്പും ബ്രഷും ടൂത്ത് പേസ്റ്റും എല്ലാം ഉപേക്ഷിച്ച് അവരോടൊപ്പം ചേർന്ന് കരിയും ഉപ്പും കൊണ്ട് പല്ല് തേക്കാനും ധാത്തൂൻ ഉപയോഗിക്കാനും ഒക്കെ മെഴ്സി ശീലിക്കുന്നു. 1984 കാലഘട്ടത്തിൽ ഡൽഹിയിലെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റിസോഴ്സ് പേഴ്സണായി ജോലി നോക്കുന്ന കാലം. നാഗ്പൂരിൽ നിന്ന് ഭോപ്പാലിലേക്ക് ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു ദയാഭായ്. അപ്പോഴാണ് പെട്ടെന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണവിവരം അറിയുന്നതും ഡൽഹിയിലാകെ പ്രശ്നങ്ങൾ തുടങ്ങുന്നതും. അക്രമവും കലാപവും എങ്ങും പൊട്ടിപ്പുറപ്പെട്ടു. നിരവധി സിഖുകാരെ തീയിട്ട് ചുട്ടുകൊന്ന കലാപകാരികൾ ഡൽഹിയിലുടനീളം അക്രമം അഴിച്ചുവിട്ടു. അക്കാലത്ത് കലാപത്തിന്റെ ഭാഗമായുണ്ടായ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ദയാഭായ് ഒപ്പം നിന്ന് പ്രവർത്തിച്ചു. അതിനുശേഷം ഭോപ്പാൽ വാതക ദുരന്ത പ്രദേശത്തേക്ക് പോകുന്ന ദയാഭായ് അവിടുത്തെ മെഡിക്കൽ ടീം അംഗങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു. അന്ന് വിഷവാതകം മുകളിലേക്ക് പോകാത്തത് കൊണ്ട് ടെറസിന് മുകളിൽ കയറി നിന്ന് രക്ഷപ്പെട്ടവരെയും ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന ട്രെയിനുകളെയെല്ലാം വഴിതിരിച്ചു വിട്ട അവിടെയുണ്ടായിരുന്ന ട്രെയിനുകളെല്ലാം പല വഴികളിലേക്ക് അയച്ച് ഒടുവിൽ സ്റ്റേഷനിൽ മരിച്ചു വീണ സ്റ്റേഷൻ മാസ്റ്ററെയും ദയാഭായ് ഇന്നും ഓർക്കുന്നുണ്ട്. ബോംബെയിലെ ചേരികളിൽ ജീവിക്കുന്ന കാലം. അലഞ്ഞു തിരിഞ്ഞു നടന്ന് ചേരി ജീവിതങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിച്ച് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി ജീവിക്കുന്ന കാലം. 1978 ഹരിയാനയിലെ വെള്ളപ്പൊക്കത്തിൽ സ്കൂളുകളും വീടുകളും കൃഷിയിടങ്ങളും ഒഴുകിപ്പോയിരുന്നു. നിരവധി പേർ മരിച്ചിരുന്നു. നിരവധി നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. അഭയാർത്ഥി ക്യാമ്പുകൾ തുറക്കപ്പെടുന്നു. അക്കാലത്ത് ബോംബെയിലെ ചേരികളിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുകൊടുത്തു. സാൻഡ്വിച്ച് ഉണ്ടാക്കി കടകളിൽ കൊണ്ടുപോയി വിറ്റു. മൺപാത്ര നിർമ്മാണം പഠിച്ചുമൊക്കെ മുന്നോട്ടു പോയിരുന്ന ദയാഭായിയെ അധികം വൈകാതെ തന്നെ ബോംബെ അതിരൂപത പുറത്താക്കുന്നു. ഇത്തരത്തിലുള്ള ദയാഭായിയുടെ ജീവിത രീതികൾ അവർക്കൊരിക്കലും അംഗീകരിക്കാനാകുമായിരുന്നില്ല. എന്നാൽ ചില നല്ല മനുഷ്യരുടെ ഇടപെടൽ കാരണം പുറത്താക്കപ്പെടാതെ ഡൽഹി അതിരൂപതയ്ക്ക് വേണ്ടി ഹരിയാനയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രവർത്തിക്കാൻ ദയാഭായിക്ക് അവസരം കിട്ടുന്നു. ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളായ ചമ്മാർ, ഭംഗി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങൾക്കാണ് കൂടുതൽ ദുരന്തം അന്നുണ്ടായത്. അവർക്കിടയിലേക്ക് പ്രവർത്തിക്കാനാണ് ദയാഭായ് അന്ന് ചെന്നത്. അവിടെ വെച്ചാണ് ദയാവതി എന്ന വിളിപ്പേർ ആദ്യമായി ദയാഭായിക്ക് കിട്ടുന്നത്. അക്കാലത്തും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുമായിരുന്ന ദയാഭായിയെ തേടി ചില ഉന്നത കുടുംബത്തിലെ കുട്ടികൾ തങ്ങളെയും പഠിപ്പിക്കണമെന്ന ആവശ്യവുമായി എത്തുകയും തങ്ങളുടെ അടുത്തേക്ക് വന്ന് പഠിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് താൻ പഠിപ്പിക്കുന്ന താഴ്ന്ന വിഭാഗത്തിലെ കുട്ടികളോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് പഠിക്കാമെങ്കിൽ വന്നോളൂ, അല്ലാതെ നിങ്ങളെ പ്രത്യേകം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതിന് നിരന്തരമായി അവരുടെ ആക്ഷേപങ്ങളും കൂക്കിവിളികളും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദയാഭായിക്ക്. 1980 മധ്യപ്രദേശിലെ ഗോത്രവർഗ ജില്ലയായ ചിന്ദ്വാഡയിൽ ദയാഭായി എത്തുന്നത്. MSWന്റെ പ്രോജക്ടിന്റെ ഭാഗമായാണ് സുർലാഖാപ്പ എന്ന ആദിവാസി ഗ്രാമത്തിൽ ദയാഭായ് ആദ്യമായി കാലുകുത്തുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്ര വിഭാഗമായ ഗോണ്ടുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. പ്രോജക്ട് ചെയ്യുന്നതിലുപരി അവരോടൊപ്പം താമസിച്ച് അവരുടെ ജീവിതം പഠിക്കണമെന്നും അവരോടൊപ്പം ഇടപെടണമെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നുമുള്ള ആഗ്രഹമായിരുന്നു ദയാഭായിയുടെ ഉള്ളിൽ. കൃത്യമായ കുളിമുറികളോ കക്കൂസുകളോ പ്രഭാത കൃത്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന അവിടുത്തുകാർ
പക്ഷേ വലിയ അഭിമാനികളായിരുന്നു. വീടുകളുടെ വരാന്തകളിലാണ് ആദ്യ നാളുകളിൽ ദയാഭായ് കിടന്നിരുന്നത്. നീല ഷർട്ടും നീല നിറത്തിലുള്ള ഗാന്ധി തൊപ്പിയും ധരിച്ചിരുന്ന കൊത്തുവാർ എന്നറിയപ്പെട്ടിരുന്ന ഗ്രാമ പോലീസുകാർ അവിടെ ഉണ്ടായിരുന്നു. ഇത്തരം ഉൾപ്രദേശങ്ങളിൽ നടക്കുന്ന അസ്വാഭാവിക മരണങ്ങളും കുറ്റകൃത്യങ്ങളും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക, ഗ്രാമത്തിലുള്ളവരെ പോലീസ് സ്റ്റേഷനിലേക്കും പഞ്ചായത്ത്, ബ്ലോക്ക്, കളക്ടറേറ്റ് തുടങ്ങിയ സർക്കാർ ഓഫീസുകളിലേക്കും വിളിപ്പിക്കുന്നുണ്ടെങ്കിൽ വിവരം അറിയിക്കുക, ഗ്രാമപ്രദേശങ്ങളിൽ എത്തുന്ന മേലുദ്യോഗസ്ഥന്മാർക്ക് അകമ്പടി പോവുക, സർക്കാരിന്റെ തീരുമാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയവയൊക്കെയായിരുന്നു കൊത്തുവാറിന്റെ ജോലികൾ. ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട കൊത്തുവാറുകൾക്ക് ചെറിയ രീതിയിൽ ശമ്പളവും ഇതിനായി ലഭിച്ചിരുന്നു. നാളുകളേറെ കഴിയുമ്പോൾ ആദിവാസികളുടെ പ്രിയപ്പെട്ട ബഹൻജിയായി മാറിക്കഴിഞ്ഞിരുന്ന ദയാഭായിയെ ഒരു ദിവസം ട്രൈബൽ പ്രോജക്ട് ഓഫീസർ ഗുപ്ത എന്ന ആൾ വിളിപ്പിക്കുകയും ഗ്രാമീണരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പ്രോജക്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഒരു രാത്രി ദയാഭായിയോട് അപമര്യാദയോടുകൂടി പെരുമാറുന്ന ഓഫീസർ ദയാഭായ് പ്രതികരിച്ചതിനെ തുടർന്ന് ഗ്രാമവാസികൾക്കുള്ള സഹായങ്ങൾ നിരസിക്കുന്നു. പിന്നീട് അത് നേടിയെടുത്തുവെങ്കിലും ആദിവാസികൾക്കായുള്ള പോരാട്ട വഴികളിൽ മിക്കപ്പോഴും ദയാഭായിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നു. നിരന്തരമായി ആദിവാസികളുടെ പ്രശ്നങ്ങൾ തുറന്നു കാണിച്ചതിനും അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമരമുന്നണികളിലേക്ക് കൊണ്ടുവന്നതിനുമൊക്കെ പ്രതിഫലമായി പലപ്പോഴും ദയാഭായ് ഭരണകൂടങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും വേട്ടയാടലുകൾ അനുഭവിച്ചിട്ടുണ്ട്, ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ട്, അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. എന്നിട്ടും തെല്ലും കൂസലില്ലാതെ അവരുടെ മധ്യത്തിലൂടെ നടക്കുന്നു ദയാഭായ്. പോലീസുകാരും അധികാരികളും എല്ലാ കാലവും ദയാഭായിയെ ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ. ഹരിയാനയിലെ വെള്ളപ്പൊക്ക കാലത്ത് അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ദയാഭായിയോട് പോലീസുകാർ വളരെ മോശമായി പെരുമാറുന്നു. ഭീകരവാദി എന്നും നക്സലേറ്റ് എന്നും നാടോടി എന്നും വിളിച്ച് ആക്ഷേപിക്കുന്നു. ഗുജറാത്ത് കലാപകാലത്ത് അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി എത്തിയ ദയാഭായിയെ പോലീസുകാർ നടുറോട്ടിൽ വെച്ച് ആക്ഷേപിച്ചിട്ടുണ്ട്. തോൾ സഞ്ചി ഊരി വാങ്ങി സാധനങ്ങളെല്ലാം തട്ടിയിട്ട് അതിക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസുകാരിൽ നിന്ന് വേഷത്തിന്റെയും രൂപത്തിന്റെയും ചെറുത്തുനിൽപ്പുകളുടെയും പേരിൽ എന്നും അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ദയാഭായിക്ക്. ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ നക്സലേറ്റ് പ്രവർത്തനങ്ങളാണ് ദയാഭായ് നടത്തുന്നത് എന്നും മതപരിവർത്തനങ്ങൾ നടത്തുന്നു എന്നും ആളുകളെ വഴിതെറ്റിക്കുന്നു എന്നുമൊക്കെയുള്ള രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കൗമാര വിവാഹങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന അധികാരി വർഗങ്ങളോട് ദയാഭായിക്ക് ഒറ്റയ്ക്ക് പോരാടേണ്ടി വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവരോ അധികൃതരോ എപ്പോഴും കണ്ണടയ്ക്കുകയും കൈക്കൂലി വാങ്ങുകയും ചെയ്തത് ചോദ്യം ചെയ്യുന്ന ദയാഭായിയെ അവർ എന്നും ശത്രുപക്ഷത്ത് തന്നെ കാണുന്നു. അത്തരത്തിൽ അവരോട് ഇടപെടുകയും ചെയ്യുന്നു. പാവപ്പെട്ട ആദിവാസികൾക്ക് വേണ്ടി നടപ്പിലാക്കപ്പെടുന്ന പല പദ്ധതികളുടെയും ഗുണഫലം അർഹതയില്ലാത്തവർക്ക് ലഭിക്കുന്നത് പോലും ഇത്തരത്തിൽ നിരുത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കൊണ്ടാണ് എന്ന് ദയാഭായ് അനുഭവത്തിലൂടെ മനസ്സിലാക്കുന്നു. മദ്യവും ചിലവും കൊടുത്തുകൊണ്ട് ആദിവാസികളിൽ നിന്നുണ്ടാക്കുന്ന ഗുണ്ടകളെ കൊണ്ട് നേരത്തെ പറഞ്ഞ ഗുണഫലം കിട്ടി ഭൂ ഉടമകളും നേതാക്കളുമായി മാറുന്ന ആളുകൾ അവരുടെ കാര്യങ്ങൾ കൃത്യമായി നടത്തിയെടുക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി ഇപ്പോൾ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഇപ്പോഴും അവരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും അവർക്ക് കിട്ടേണ്ട നീതി ലഭിക്കാതെ വരികയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് ദയാഭായിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ചിന്ദ്വാഡയിലെ തന്നെ മറ്റൊരു ഗോത്രവർഗ ഗ്രാമമാണ് ബസൂരിയ. ഗോണ്ട് വിഭാഗക്കാർ തന്നെയാണ് ആ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നത്. സൗമ്യവും സമാധാനവുമായി ജീവിക്കുന്ന ഗ്രാമത്തിലേക്ക് പുറത്തുനിന്നും മദ്യം എത്തിക്കാനും വിൽപ്പന ചെയ്യാനും തുടങ്ങിയതോടെ സ്ഥിതിഗതികൾ വഷളാകുന്നു. മഹുവ എന്ന ഒരു മരത്തിന്റെ പൂവാറ്റിയെടുത്ത് പരമ്പരാഗത മദ്യമാണ് അവർ മുമ്പ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അനധികൃതമായ മദ്യക്കടത്ത് തുടങ്ങിയതോടെ മദ്യമുതലാളികൾ നേരിട്ട് ഗ്രാമത്തിൽ ഇടപെടാനും ആദിവാസികളുടെ സമ്പത്ത് കൈക്കലാക്കാനും തുടങ്ങുന്നു. ഇതിനെതിരെ ചെറുപ്പക്കാരനായ പഞ്ചായത്ത് മെമ്പർ പ്രതികരിക്കുന്നു. സ്വന്തമായ ഗുണ്ടാ സംഘങ്ങളും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സംഘം ഗ്രാമത്തിലാകെ നടമാടുന്നു. വിഷയത്തിൽ ഇടപെട്ട് മദ്യവിൽപ്പന നിർത്തിവെക്കാൻ കാരണമായ ചെറുപ്പക്കാരനായ പഞ്ചായത്ത് മെമ്പറെയും അദ്ദേഹത്തിന്റെ കൈക്കുഞ്ഞിനെയും ജീപ്പ് ഉപയോഗിച്ച് ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടാണ് മദ്യവിൽപ്പനക്കാർ അവരുടെ പ്രതികാര നടപടി പൂർത്തിയാക്കിയത്. ഇതിനെതിരെ ജനങ്ങൾ രോഷാകുലരാവുകയും പ്രതികരിക്കുകയും ചെയ്തുവെങ്കിലും
ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിനുള്ള കേസ് മാത്രമാണ് അന്ന് കൃത്യമായി നടന്നത്. അക്കാലത്ത് കേരളത്തിലായിരുന്ന ദയാഭായ് വിവരങ്ങൾ അറിയുകയും എത്രയും പെട്ടെന്ന് തിരിച്ച് ബസൂരിയിലെത്തുകയും സാക്ഷി പറയാൻ ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുവെങ്കിലും പോലീസുകാർക്ക് മുന്നിൽ കൃത്യമായി സംസാരിക്കാൻ പോലും അവർക്ക് ആയില്ല. ആ സംഭവം അങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്താനാകാതെ മാഞ്ഞുപോയി. പൊതുസ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ഒറ്റയ്ക്ക് പൊരുതുന്ന ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ പ്രശ്നങ്ങളും അനുഭവിക്കുകയും അതിജീവിക്കുകയും ചെയ്ത ആളാണ് ദയാഭായ്. കോട്ടൺ സാരിയുടുത്ത് സ്റ്റീൽ ആഭരണങ്ങൾ അണിഞ്ഞ് വാരിക്കെട്ടിയ മുടിയോടുകൂടിയ ദയാഭായിക്ക് പ്രത്യേകിച്ചും കൂടുതലായി ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിദ്യാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും റോഡുകളിലും ബസ്സുകളിലും അങ്ങനെ എല്ലായിടത്തും വെച്ച് കഹാം ജാ രഹി ഹോ എന്ന ചോദ്യം ദയാഭായിക്ക് നേരെ ഉയരുന്നു. 1980 ദാദർ റെയിൽവേ സ്റ്റേഷനിലെ സിമന്റ് ബെഞ്ചിൽ ഒറ്റയ്ക്കിരുന്നപ്പോഴും 2008 ജബൽപൂർ റെയിൽവേ സ്റ്റേഷനിൽ അമർകണ്ടക് എക്സ്പ്രസിന്റെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് രാത്രി യാത്ര ചെയ്തപ്പോഴും പിന്നീടൊരിക്കൽ അഭ്യസ്തവിദ്യരായ മലയാളികളുടെ കൂടെയുള്ള ഒരു ട്രെയിൻ യാത്രയിലും പലപ്പോഴും ബസ്സുകളിലും പൊതു ഇടങ്ങളിലും വസ്ത്രധാരണ രീതി കൊണ്ടും ശരീരഭാഷ കൊണ്ടും ദയാഭായ് നിരന്തരമായി ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. യുണിസെഫിന്റെ സഹായത്തോടെയുള്ള മധ്യപ്രദേശ് സർക്കാരിന്റെ ജനസമൂഹങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമല്ലാത്ത വിദൂരമായ ഗോത്രവർഗ ഗ്രാമങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. കുട്ടികൾ എവിടെയാണോ അവിടെ പോയി അവരെ പഠിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ രീതി. 1981 മുതൽ തന്നെ ചിന്ദ്വാഡ ജില്ലയിലെ ബാർക്കി പഞ്ചായത്തിൽപ്പെട്ട ബാർക്കിറ്റോള എന്ന ഗോത്ര ഗ്രാമത്തിൽ ഒരു സ്കൂൾ വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. 1998 സാപ്രസി അഥവാ സമുദായ ആധാരിക പ്രാഥമിക ശിക്ഷാ പദ്ധതി അനുസരിച്ചുള്ള പഞ്ചായത്ത് റിസോഴ്സ് പേഴ്സണായുള്ള പരിശീലനത്തിൽ ദയാഭായ് പങ്കെടുത്തിരുന്നു. ബാർക്കിറ്റോളയിൽ വളരെ നേരത്തെ തന്നെ സ്കൂൾ വേണമെന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നതായി ദയാഭായിക്ക് അറിയാമായിരുന്നു. നിരവധി വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു ആവശ്യത്തിന് പഞ്ചായത്തും അവിടുത്തെ ചില അധികൃതരും എതിർത്തതിനെ തുടർന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചു ദയാഭായ്. ഇതിനെതിരെ മുന്നോട്ട് വന്നു. അങ്ങനെ 1999 ഫെബ്രുവരിയിൽ ഗ്രാമത്തിൽ സ്കൂൾ ആരംഭിക്കുന്നു. പല പ്രായത്തിലും തരത്തിലുമുള്ള കുട്ടികൾ പഠിക്കാൻ എത്തുന്നു. ഇത്തരത്തിൽ സ്കൂൾ വിജയകരമായി മുന്നോട്ടു പോവുകയും നബാർഡും ഗ്രാമീൺ ബാങ്കും ഒക്കെ സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വരികയും ചെയ്തു. നിരവധി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രംഗത്ത് വന്നത് വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ലോണുകൾ കൃഷിപ്പണി ചെയ്യുന്നവർക്കും കല്യാണ ആവശ്യങ്ങൾക്കുമൊക്കെ ലഭിക്കാൻ തുടങ്ങിയത് വളരെയധികം ഗുണപ്രദമായി. എന്നാൽ ഇത് വൻകിട പലിശ പണ ഇടപാടുകാരെ ചൊടിപ്പിക്കുകയും അവർ ദയാഭായിക്കെതിരെ തിരിയുകയും ചെയ്തു. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഉടൻ തന്നെ ദയാഭായിയെയും സ്കൂളിനെയും തേടിയെത്തി. അനധികൃതമായാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലുള്ള പരാതികൾ പോലും മുഖ്യമന്ത്രിക്ക് പോയി തുടങ്ങി. എങ്കിലും അവർക്ക് മുന്നിൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ദയാഭായിയും സംഘവും പിടിച്ചു നിന്നു. എന്നിട്ടും സ്കൂൾ പൂട്ടിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും അതിന്റെ ഭാഗമായി കനയ്യ എന്ന പാവപ്പെട്ട ഒരു ആദിവാസി മരിക്കുകയും ചെയ്തു. ട്രാക്ടറിൽ ഇരിക്കുമ്പോൾ കനയ്യയെ ഭൂതം പിടിച്ചു എന്നാണ് നാട്ടുകാർ വിശ്വസിച്ചിരുന്നത്. വേണ്ട വിധത്തിലുള്ള പോസ്റ്റ്മോർട്ടം പോലും നടന്നില്ല. സംശയാസ്പദമായ കനയ്യയുടെ മരണത്തിൽ പ്രതിഷേധിച്ച് ദയാഭായിയുടെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങളും വാമൂടിക്കെട്ടിയുള്ള നിരാഹാരങ്ങളും നടന്നുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. കനയ്യയുടെ ഭാര്യയ്ക്ക് വിധവാ പെൻഷൻ പോലും നിഷേധിക്കപ്പെട്ടു. ഇത്തരത്തിൽ ആ ഗ്രാമത്തിൽ ഒരു സ്കൂൾ ഉണ്ടാക്കാൻ നോക്കിയതിന്റെ വികൃതവും അത്യപൂർവവുമായ പ്രത്യാഘാതങ്ങളെ ഒടുവിൽ അതിജീവിക്കാൻ ആ ഗ്രാമത്തിലെ സ്കൂളിനായി. അങ്ങനെ ബാർക്കിറ്റോളക്കാർക്ക് നിരവധി വർഷത്തെ അവരുടെ ആഗ്രഹത്തിന്റെ ഒടുവിൽ ദയാഭായിയുടെ നേതൃത്വത്തിൽ പോരാട്ടത്തിൽ സ്കൂൾ എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. ഒരു കാലത്ത് പത്രാധിപർക്കുള്ള കത്തുപോലും പൊതു താൽപര്യ ഹർജികളായി ഇന്ത്യൻ ജുഡീഷ്യറി സ്വീകരിച്ചിരുന്നു. ജസ്റ്റിസ് PN ഭഗവതിയും ജസ്റ്റിസ് കൃഷ്ണയ്യരും തുടങ്ങി വെച്ച പുതിയ സമ്പ്രദായങ്ങൾ അക്കാലത്ത് നിരവധി പാവപ്പെട്ട ആരോരുമില്ലാത്ത സ്ത്രീകൾക്ക് വളരെയധികം സഹായകപ്രദമായിരുന്നു. മധ്യപ്രദേശിലെ ശിവപുര എന്ന സ്ഥലത്ത് പണമിടപാടുകാർ ഒരു സ്ത്രീയുടെ കൈയും കാലും വിച്ഛേദിച്ചതായുള്ള വാർത്തകൾ വന്നതിനെ തുടർന്ന് അതിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാനായി കോടതി ദയാഭായിയെ ചുമതലപ്പെടുത്തുന്നു. സുപ്രീം കോടതിയിലെ സൗജന്യ നിയമസഹായ ഏജൻസിയായ സിലാസിന്റെ മാഗസിനിൽ
മധ്യപ്രദേശിലെ മൊബൈൽ കോടതിയെ സംബന്ധിച്ച ലേഖനം എഴുതിക്കൊണ്ടാണ് ദയാഭായ് നിയമവൃത്തങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. ചിന്ദ്വാഡയിലെ കളക്ടറായിരുന്ന ശ്രീ NB തിവാരിയാണ് ഗ്രാമീണ ജനതയ്ക്ക് എളുപ്പത്തിൽ നീതി ലഭിക്കാനായി മൊബൈൽ കോടതി എന്ന ആശയം കൊണ്ടുവരുന്നത്. കോടതികൾ അന്യമായിരുന്ന ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഇത്തരം ഒരു പദ്ധതി. ഇതിന്റെ ഭാഗമായി ശിവപുരയിലേക്ക് കാര്യങ്ങൾ അന്വേഷിക്കാനായി ദയാഭായ് പോകുന്നു. ആ യാത്രക്കിടയിൽ ട്രെയിനിൽ ദയാഭായിക്ക് ഉണ്ടായ അനുഭവം വളരെയധികം ലജ്ജാവഹമായിരുന്നു. നിൽക്കുന്നതുകൊണ്ട് സീറ്റ് കൊടുത്ത ഒരു സർദാർജി അപമര്യാദയായി ദയാഭായിയോട് പെരുമാറുന്നു. സഹിക്കവയ്യാതെ അയാളെ മർദ്ദിക്കുന്ന ദയാഭായിയോട് ചുറ്റുമുണ്ടായിരുന്ന സമൂഹം ചോദിച്ചത്, നീ എന്തിനാണ് ആണുങ്ങൾ മാത്രമുള്ള കമ്പാർട്ട്മെന്റിൽ കയറിയതെന്നും ഇടമില്ലാത്തപ്പോൾ എന്തിനാണ് അയാളുടെ അടുത്ത് ഇരുന്നതെന്നും എന്തിനാണ് നിയമം കയ്യിലെടുത്ത് അയാളെ തല്ലിയത് എന്നുമായിരുന്നു. അതിശയമല്ലാതെ ദയാഭായിക്ക് വേറൊരു വികാരവും അപ്പോൾ തോന്നിയില്ല. സ്ത്രീ പീഡിപ്പിക്കപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ മധ്യപ്രദേശിലായാലും കേരളത്തിലായാലും ട്രെയിനോ റോഡോ മറ്റ് ഏതൊരു പൊതുസ്ഥലമാണെങ്കിൽ പോലും എന്തുകൊണ്ട് അവർ സ്വയം മാറി നിന്നുകൊണ്ട് ആ സാഹചര്യത്തെ ഒഴിവാക്കിയില്ല എന്ന ചോദ്യമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരിക. അല്ലെങ്കിൽ പുരുഷന്റെ കാഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഉപയോഗിക്കാത്തതിനെ പറ്റിയാവും പറയുക എന്ന് ദയാഭായ് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ശിവപുരയിലെത്തി കാര്യങ്ങൾ അന്വേഷിച്ച് കൃത്യമായ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് എങ്കിലും അവസാനം സ്ത്രീകൾ തന്നെ ഇത്തരം ഹർജികൾ പിൻവലിക്കുകയാണ് ഉണ്ടാകുന്നത്. 1982 ഇത്തരത്തിൽ ഒരു പൊതു താൽപര്യ ഹർജി കോടതിക്ക് മുന്നിലെത്തുന്നു. ഡൽഹി ഏഷ്യാഡിന് മുന്നോടിയായി വൻതോതിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ തൊഴിൽപരമായ ശോചനീയ അവസ്ഥയാണ് കേസിന് ആധാരമായ വിഷയം. ഡൽഹിയിലുള്ള ഇന്ത്യൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയാണ് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിയോഗിക്കുന്നത്. ആ സംഘത്തിൽ ദയാഭായും ഉണ്ടായിരുന്നു. തൊഴിൽ നിയമങ്ങളുടെ വ്യാപകമായ ലംഘനമായിരുന്നു അന്ന് പുറത്തു വന്നത്. കൃത്യമായ കൂലി പോലും കൊടുക്കപ്പെട്ടിരുന്നില്ല എന്നതുൾപ്പെടെ നിർബന്ധിത ജോലി പോലും ചെയ്യിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് ബോധ്യപ്പെട്ട കോടതി നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചതും ഇതിനെതിരെ കർശനമായ നടപടികൾ കൈക്കൊണ്ടതും അക്കാലത്തെ തൊഴിൽ രംഗത്തെ ചൂഷണങ്ങൾക്കുള്ള ചുട്ട മറുപടിയായിരുന്നു. PN ഭഗവതിയുടെ ബെഞ്ചായിരുന്നു അന്ന് ആ ഉത്തരവിറക്കിയത്. സുർലാഖാപ്പയിലായിരിക്കുമ്പോൾ ജനങ്ങളുടെ തൊഴിൽ പ്രശ്നങ്ങൾ അക്കാലത്ത് ശ്രദ്ധയിൽപ്പെടുന്ന ദയാഭായ് അവർക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നു. പുറത്തുനിന്ന് വരുന്നവരുടെ തൊഴിൽപരമായ ചൂഷണങ്ങളാണ് ഇവരെ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്നതെന്ന് ദയാഭായ് മനസ്സിലാക്കുന്നു. എന്നാൽ അക്കാലത്ത് റോമിൽ നിന്നും ആളുകളെ മതം മാറ്റി ക്രിസ്ത്യാനിയാക്കാൻ വന്ന ആളാണ് ദയാഭായ് എന്ന പേരിൽ ദയാഭായിക്ക് നേരെ നിരവധി പരാതികൾ ഉണ്ടാകുന്നു. അക്കാലത്ത് ജസ്റ്റിസ് ഭഗവതിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചത് ദയാഭായിക്ക് തുണയാകുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നിയമപരമായ ബോധവൽക്കരണ ക്ലാസുകൾ എടുക്കാനായി ദയാഭായ് തീരുമാനിക്കുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഏറെ വൈമുഖ്യത്തോടെയാണെങ്കിലും ദയാഭായിയുടെ ഈ ആവശ്യത്തെ അംഗീകരിക്കുന്നു. അന്ന് ആ സ്കൂളിന്റെ മൈക്കിലൂടെ ഒരു സ്ത്രീയുടെ ശബ്ദം ആദിവാസികൾക്ക് വേണ്ടി ഉയർന്നു വന്നത് ഗ്രാമത്തിലെ പുരുഷന്മാർ ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങി നിന്ന് കേട്ടിരുന്നു. പക്ഷേ ദയാഭായിയുടെ ബോധവൽക്കരണ ക്ലാസുകൾക്കും പ്രസംഗങ്ങൾക്കുമൊക്കെ അപ്പുറമായിരുന്നു അധികാരികളുടെ ആൾബലവും ചൂഷണങ്ങളുടെ ആഴവും. ബംഗ്ലാദേശ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട കാലം. ട്രെയിനിന്റെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് സാൾട്ട് ലേക്ക് അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകുന്ന ദയാഭായ്. എളുപ്പത്തിനു വേണ്ടി ട്രെയിനിൽ വെച്ച് മുടി മുറിച്ച് ബംഗാളി സ്ത്രീകളെ പോലെ സാരിയും ധരിച്ച് ദയാഭായ് ക്യാമ്പിലെത്തുന്നു. മുറിച്ച മുടി ഭദ്രമായി മമ്മയ്ക്ക് അയച്ചു കൊടുത്തിരുന്നു ദയാഭായ്. പപ്പയും മമ്മയും ബന്ധുക്കളും യുദ്ധസ്ഥലത്തേക്ക് പോകുമ്പോൾ ഏറെ വിഷമിച്ചിരുന്നുവെങ്കിലും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള ദയാഭായിയുടെ യാത്രയെ അവർ നിരുത്സാഹപ്പെടുത്തിയില്ല. ക്യാമ്പിൽ കോളറയും വസൂരിയും ക്ഷയവും പിടിപെട്ട രോഗികളെ ദയാഭായ് ശ്രദ്ധയോടെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നു. അഗർത്തലയിലെ ക്യാമ്പിൽ ജോലി ചെയ്യുമ്പോൾ വളരെ അടുത്തു തന്നെയാണ് യുദ്ധം നടന്നിരുന്നത്. ഷെല്ലിങ്ങിന്റെ കാതടിപ്പിക്കുന്ന ശബ്ദത്തിലും ദയാഭായിയുടെ മനസ്സ് ഇടറിയില്ല. ക്യാമ്പിൽ നിന്ന് പലരും തിരിച്ചു പോയപ്പോഴും ബംഗ്ലാദേശിലെ യുദ്ധാനന്തര സന്നദ്ധ സേവനത്തിന് പോകുവാൻ ദയാഭായ് തീരുമാനിക്കുന്നു. പാലങ്ങളും റോഡുകളും എല്ലാം യുദ്ധത്തിൽ പൂർണ്ണമായി തകർന്നിരുന്നു. അന്ന് ബെറിസാൽ, രാംപൂർ, ഖുൽന തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് പലതരം ജോലികൾ ചെയ്യുന്നു ദയാഭായ്. ടിൻസായി എന്ന ആദിവാസ ഗ്രാമത്തിലെ ഒരു ആദിവാസി സമൂഹത്തെ മുഴുവൻ മലേറിയയിൽ നിന്ന് രക്ഷിക്കാൻ ദയാഭായ് നടത്തിയ
വിപ്ലവാത്മകരമായ ഒറ്റയാൾ പോരാട്ടം എടുത്തു പറയേണ്ട ഒന്നാണ്. സർക്കാർ ആശുപത്രികൾ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തതും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ ശേഷിയില്ലാത്ത പാവപ്പെട്ട ഗ്രാമീണ ജനതയ്ക്ക് സാംക്രമിക രോഗങ്ങളുടെ പിടിയിലകപ്പെട്ട് കാലങ്ങളോളം രോഗികളായി കഴിയാനും പിന്നീട് മരണമടയാനുമായിരുന്നു വിധി. കുരുമുളകും തുളസിയും ചേർന്നുണ്ടാക്കിയ മരുന്നുകൾ കഴിച്ചും അത്തരത്തിൽ പരമ്പരാഗതമായി അവർക്ക് അറിയാവുന്ന മരുന്നുകളുമായി അവർ രോഗത്തിനെ നേരിടുകയും രോഗം ശമിക്കുമ്പോൾ ജോലിക്ക് പോവുകയും വീണ്ടും രോഗാവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഗ്രാമത്തിലുണ്ടായിരുന്നത്. ആശുപത്രി അധികൃതർ പേരിന് ചില മരുന്നുകൾ കൊടുക്കുകയും പേരുകൾ പോലും രേഖപ്പെടുത്താത്ത രക്തസാമ്പിൾ സ്ലൈഡുകൾ അലക്ഷ്യമായി കൂട്ടിയിടുകയും ചെയ്യുകയല്ലാതെ പരിശോധിക്കുകയോ ശുശ്രൂഷിക്കുകയോ ചെയ്തിരുന്നില്ല. ഇങ്ങനെ ഒരു കാലത്ത് ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്ക് പനി പിടിക്കുകയും അത് മാറാതെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് ദയാഭായ് അവിടുത്തെ ആശുപത്രിയിലെ ഡോക്ടർമാരെ കാണുകയും ഗ്രാമവാസികൾക്ക് മലേറിയ ആണോ എന്ന സംശയമുണ്ടെന്ന് അറിയിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവരത് അവഗണിക്കുകയാണ് ചെയ്തത്. പനിബാധിതരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചും ശുശ്രൂഷിച്ചും നടന്ന് ദയാഭായിക്ക് ഒടുവിൽ പനി പിടിക്കുന്നു. ചിന്തുവാഡയിലെ ആശുപത്രിയിൽ എത്തിയെങ്കിലും ശരിയായ പരിശോധന പോലും ഇല്ലാതെ മലേറിയ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഡോക്ടർമാർ കാര്യമായി ദയാഭായി ചികിത്സിക്കുന്നില്ല. 25 ദിവസങ്ങളാണ് ദയാഭായ് ആശുപത്രിയിൽ ചിലവിട്ടത്. പാവപ്പെട്ട ഗർഭിണികൾക്ക് കിട്ടേണ്ട അലവൻസ് പോലും തട്ടിയെടുക്കുന്ന ഡോക്ടർമാരെ അന്ന് ദയാഭായ് അവിടെ കണ്ടു. പനി അല്പം ശമിച്ചതിനെ തുടർന്ന് തിരിച്ച് ഗ്രാമത്തിലേക്ക് വന്നു. എങ്കിലും വീണ്ടും പനിയായതിനാൽ കേരളത്തിലേക്ക് വരാൻ ദയാഭായ് തീരുമാനിക്കുന്നു. കേരളത്തിലേക്ക് വന്ന് ചികിത്സ നടത്തിയപ്പോഴാണ് മലേറിയയാണ് തനിക്ക് എന്ന് ദയാഭായ് തിരിച്ചറിയുന്നത്. രോഗം ഭേദമായ ശേഷം ഗ്രാമത്തിലേക്ക് തിരിച്ചെത്തുന്ന ദയാഭായ് ആദ്യം ചെയ്തത് ജില്ലാ മെഡിക്കൽ ഓഫീസറെ പോയി കാണുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയുമാണ്. അവർ ഡോക്ടർമാരും നഴ്സും അടങ്ങുന്ന ഒരു സംഘത്തെ ഗ്രാമത്തിലേക്ക് അയച്ചു. കൃത്യമായ പരിശോധനകളില്ലാതെ ബ്ലഡ് സാമ്പിളുകൾ എടുത്ത് സ്ലൈഡുകൾ കൃത്യമായി വയ്ക്കാതെ അവ പരിശോധിക്കുക പോലും ചെയ്യാതെ അവിടെ മലേറിയ ഇല്ല എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോകുന്നു. അത്തരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ലൈഡ് കണ്ണിൽപ്പെടുന്ന ദയാഭായ് അതുമായി നാഗ്പൂരിലെ ഒരു ലാബിലേക്ക് പോവുകയും അത് ടെസ്റ്റ് ചെയ്യുകയും അതിൽ മലേറിയ പോസിറ്റീവ് ആവുകയും ചെയ്യുന്നു. തുടർന്ന് തിരികെ റിസൾട്ടുമായി ചിന്തുവാഡയിലെ മെഡിക്കൽ ഓഫീസറുടെ അടുത്തെത്തി കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു ദയാഭായ്. ദയാഭായി അംഗീകരിക്കുകയല്ലാതെ അവർക്ക് മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ഡോക്ടർമാർ ഗ്രാമത്തിൽ മലേറിയ ആണെന്ന് സമ്മതിക്കുകയും എല്ലാ ജനങ്ങളെയും ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്രാമത്തെ ആകെ രോഗത്തിൽ നിന്ന് ദയാഭായ് രക്ഷപ്പെടുത്തുന്നു. ജലം എനിക്ക് വലിയൊരു വികാരമാണ് എന്ന് ദയാഭായ് പറയുന്നു. മഴയും പുഴയും വെള്ളപ്പൊക്കവും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാനാവില്ല. ഏതൊരു ജീവിതവും പൊടിക്കുന്നത് ജലസാമീപ്യത്തിലാണ്. പുഴയും വെള്ളവും സ്വകാര്യവൽക്കരിക്കപ്പെടുകയും കുടിവെള്ളം തന്നെ കച്ചവടത്തിനായി ആഗോള കുത്തകൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഒരിക്കൽ പോലും കുപ്പിവെള്ളം വാങ്ങി ദയാഭായ് ഉപയോഗിച്ചിട്ടില്ല. ട്രെയിനിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ ലഭിക്കുന്ന പൈപ്പ് വെള്ളം കുടിക്കാൻ ദയാഭായ്ക്ക് യാതൊരു മടിയുമില്ല. സർദാർ സരോവർ അണക്കെട്ടിന്റെ ഉയരം കൂട്ടുമ്പോൾ സത്യാഗ്രഹം ചെയ്യാൻ പോയിരുന്നു ദയാഭായ്. നർമ്മദയിലെ ജനങ്ങളെ രക്ഷിക്കുന്നതിനു വേണ്ടി ജന്തർ മന്ദിറിൽ 16 ദിവസം മേധാ പട്കറോടൊപ്പം സത്യാഗ്രഹ സമരത്തിന് ദയാഭായും ഒപ്പമുണ്ടായിരുന്നു. കൊക്കക്കോളയ്ക്കെതിരെയും കമൽനാഥ് ഇന്ത്യൻ കർഷകരുടെ താൽപര്യങ്ങൾ ബലികഴിച്ച് ലോക വ്യാപാര കരാറിൽ ഒപ്പിടാൻ പോയപ്പോഴും ഗുജറാത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തപ്പോഴും തെരുവ് നാടകങ്ങളുമായി ദയാഭായ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. സാധാരണ കർഷക സ്ത്രീ പുരുഷന്മാരെയും ഗോത്രവർഗ ചെറുപ്പക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ട്രീറ്റ് തിയേറ്റർ എന്ന ആശയത്തിൽ കൃത്യമായ സ്ക്രിപ്റ്റുകൾ പോലും ഇല്ലാതെ ജനങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കുമായി നാടകങ്ങൾ ദയാഭായും സംഘവും അവതരിപ്പിക്കുന്നു. ഇന്ത്യയിലെ ഓരോ പൗരനുമുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും അവർക്ക് ലഭിക്കേണ്ട നീതിയും സമത്വവും ബോധ്യപ്പെടുത്തുകയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയക്കാരുടെയും അഴിമതികളും ചൂഷണങ്ങളും വെളിപ്പെടുത്തുന്നതുമായിരുന്നു നാടകത്തിന്റെ വിഷയങ്ങൾ. 1992 BJP ഗവൺമെന്റ് പൊക്രാനിൽ അണുവിസ്ഫോടനം നടത്തിയപ്പോൾ അതിനെതിരെ നടത്തിയ ശാന്തി യാത്രയിൽ 30 ദിവസം ദയാഭായ് പങ്കെടുത്തിരുന്നു. അക്കാലത്ത് അണുവിസ്ഫോടനത്തിന് തുടർന്നുണ്ടായ റേഡിയേഷൻ ചെറുക്കാനായി ലക്ഷക്കണക്കിന് സവോളയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ചത് സവോളയുടെ ദൗർലഭ്യം സൃഷ്ടിക്കുകയും വിലക്കയറ്റത്തിന് കാരണമാവുകയും ചെയ്തിരുന്നു. അന്നു മുതൽ പൈസ കൊടുത്ത് സവാള വാങ്ങി കഴിക്കില്ല എന്ന തീരുമാനത്തിൽ സ്വന്തമായി കൃഷി ചെയ്താണ് ദയാഭായ് സവാള ഉപയോഗിക്കുന്നത്. ഗുജറാത്ത് കലാപത്തിന്റെ ഒടുവിൽ അയോധ്യയിലേക്ക് നടത്തിയ ശാന്തി യാത്രയിൽ ദയാഭായ് പങ്കെടുത്തിരുന്നു.
കാട്ടിയ എന്ന ഗ്രാമത്തിൽ നിരവധി ഗ്രാമീണരുടെ വീടുകൾ ഒഴിപ്പിച്ച് ജലസംഭരണി ഉണ്ടാക്കാൻ പഞ്ചായത്ത് ശ്രമിച്ചപ്പോൾ അവിടെ സ്ത്രീകളെ സംഘടിപ്പിച്ച് സമരയാത്രകൾ ചെയ്തതും ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. പരിഷ്കാരം ആദിവാസികളിലേക്കും ഗ്രാമീണരായ പാവപ്പെട്ടവരിലേക്കും കടന്നുകയറുന്നത് അവരെ ഇരകളാക്കിക്കൊണ്ടാണ് എന്ന് ദയാഭായ് പറയുന്നു. 11ാം നൂറ്റാണ്ട് വരെ ഭരണം നടത്തിയിരുന്ന രാജാക്കന്മാരായിരുന്നു ഗോണ്ട് വർഗക്കാർ. ഇന്ന് ഗോണ്ടുകളുടെ ഭാഷ തന്നെ ഇല്ലാതായിരിക്കുന്നു. ഇന്ത്യയിൽ ട്രൈബൽ കൾച്ചർ കാര്യമായി നിലനിൽക്കുന്നത് ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലുമൊക്കെയാണ്. മധ്യപ്രദേശിലെ ആദിവാസികൾക്കിടയിൽ ഇന്നും ഗോണ്ട് ഭാഷ അന്യാധീനപ്പെട്ടിട്ടില്ല എന്നുള്ളത് ദയാഭായിക്ക് സന്തോഷമുള്ള കാര്യമാണ്. കുത്തകകളുടെ കീഴിൽ നടക്കുന്ന ധാതു വിഭവങ്ങളുടെ വൻതോതിലുള്ള ചൂഷണം ആദിവാസി ഗോത്ര മേഖലയെ അവശതയിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അനേക വർഷക്കാലം ഗോത്രവർഗ മേഖലകളിൽ സേവനം ചെയ്തിട്ടുള്ള ദയാഭായിക്ക് തൊഴിലിലും ആദിവാസികളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വ്യക്തമായി തിരിച്ചറിയാവുന്നതാണ്. ചിന്തുവാഡയിലെ NGOകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചതും സ്കൂൾ ഉണ്ടാക്കാനായി പുറപ്പെട്ടതുമെല്ലാം ദയാഭായി ആയിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള NGOകൾ വന്നത് ആത്മാർത്ഥമായി ആയിരുന്നില്ല. അവർ സത്യസന്ധമായി പ്രവർത്തിച്ചിരുന്നില്ല. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ അടുത്തേക്ക് NGO പ്രവർത്തനങ്ങൾക്ക് പോകാനായി താല്പര്യപ്പെട്ട് വരുന്നവരോട് ഗ്രാമത്തിൽ പോയി ദയാഭായിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന് ഉപദേശിക്കുന്നത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സംതൃപ്തിയും തോന്നാറുണ്ട് ദയാഭായിക്ക്. ഈ ഒറ്റയാൾ പോരാളിയുടെ ജീവിതത്തിൽ ആകെയുള്ള കൂട്ട് അത്തോസും ഗോരിയുമാണ്. ദയാഭായിയുടെ പ്രിയപ്പെട്ട നായ്ക്കുട്ടിയും പൂച്ചയുമാണ് അവർ. എവിടെ പോയാലും പഠിക്കൽ ദയാഭായിയെ കാത്തു നിൽക്കുന്ന അത്തോസ് ഇഴജന്തുക്കളും കാട്ടുജന്തുക്കളും വരുമ്പോൾ ഒച്ചയനക്കമുണ്ടാക്കി ദയാഭായിയെ അറിയിക്കാറുണ്ട്. വനപ്രദേശം ആയതിനാൽ തന്നെ അത്തരത്തിലുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ദയാഭായിയുടെ വീടിന്റെ പരിസരത്ത്. അത്തോസ് എന്നത് ഒരു ഫ്രഞ്ച് പേരാണ്. ജനങ്ങളുടെ സംരക്ഷണത്തിനായി 17-18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൽ ഉണ്ടായിരുന്ന ജനകീയ സേന ഗ്രൂപ്പായ മസ്കറ്റിയേഴ്സിൽപ്പെട്ട ഒരു ജനസംരക്ഷകന്റെ പേര്. മണ്ണുകൊണ്ടും ഇഷ്ടിക കൊണ്ടും മുള കൊണ്ടും കെട്ടിയ ഒരു വീടാണ് ദയാഭായിയുടേത്. സ്വന്തം ഭൂമിയിൽ നട്ടുവളർത്തിയ മുളകൾ തന്നെയാണ് വാതിലുകളും മേൽക്കൂരകളുമായി ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടുകാലത്ത് പോലും തണുപ്പ് കിട്ടുന്ന ദയാഭായിയുടെ വീടിന്റെ ഭിത്തികൾ ഒരുതരം വെളുത്ത മണ്ണ് ഉപയോഗിച്ചാണ് പൂശിയിട്ടുള്ളത്. മുറികളിൽ ആഹാരം സൂക്ഷിച്ചിട്ടുള്ള അടുക്കളയുമെല്ലാം ഇവിടെ കാണാം. സാധനങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന പെട്ടികളാണ് കിടക്ക വിരിച്ച് കട്ടിലുകളായി ദയാഭായി ഉപയോഗിക്കുന്നത്. ഗ്രാമീണരായ ഗോത്രവർഗ ജനങ്ങളാണ് ദയാഭായിയുടെ റോൾ മോഡൽ. ആദ്യകാലങ്ങളിൽ എല്ലാവരും താൻ തിരഞ്ഞെടുത്ത വഴി തെറ്റാണ് എന്ന് കുറ്റപ്പെടുത്തിയപ്പോഴും ബിഷപ്പ് ഭായി എന്ന് ആളുകൾ വിളിച്ചിരുന്ന നാഗ്പൂർ രൂപതയിലെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ബിഷപ്പാണ് ദയാഭായിക്ക് എല്ലാ പിന്തുണകളും നൽകിക്കൊണ്ട് ആദ്യ പ്രചോദനമായത്. സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് എന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരുമെന്ന് ദയാഭായിക്ക് അറിയാം. വിദ്യാഭ്യാസവും അധികാരവുമുള്ളവരോട് പൊരുതി വിജയം നേടുക എന്നത് ദയാഭായിക്ക് അത്ര എളുപ്പമുള്ള ചെറിയ കാര്യമായിരുന്നില്ല. ദയാഭായ് തന്റെ ആത്മകഥയായ പച്ചവിരൽ എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: എല്ലാ ഗോത്രവർഗ ഗ്രാമങ്ങളിലും ഒരു നീരുറവയുണ്ട്. സ്നേഹത്തിന്റെ, പാരസ്പര്യത്തിന്റെ, ജീവജലം പറ്റാത്ത ഒരു ഉറവ. അത്തരത്തിലുള്ള നീരുറവകൾ നിങ്ങൾ കണ്ടെത്തുക. തീൻസയിലെ സൂര്യകാന്തികളുടെ വഴിയിലാണ് എന്റെ ജീവിതം വീണ് കിടക്കുന്നത്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കും ജീവിച്ചു തീർക്കാവുന്ന എന്റെ ജീവിതം. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് പിന്നീട് കന്യാസ്ത്രീയാകാൻ വേണ്ടി ബീഹാറിലെ ഹസാരിബാഗ് കോൺവെന്റിലെത്തുകയും അവിടെ നിന്ന് ഒറ്റപ്പെട്ടു പോയവന്റെ വേദന തിരിച്ചറിയുന്നതിനും അവനു വേണ്ടി പ്രവർത്തിക്കുന്നതിനുമുള്ള സ്ഥലം ഇതല്ല എന്ന് മനസ്സിലാക്കി കന്യാമഠം ഉപേക്ഷിച്ച് ഗോത്രവർഗങ്ങളുടെ ഇടയിലേക്ക് തന്റെ ഇടത്തോടെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച, അവരുടെ അടിസ്ഥാന അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കും വേണ്ടി അധികാരികളോട് എന്നും കലഹിച്ച, അതിന്റെ പേരിൽ എന്നും കുറ്റപ്പെടുത്തലുകളും അപമാനങ്ങളും നേരിടേണ്ടി വന്ന, വേഷത്തിന്റെയും രൂപത്തിന്റെയും പേരിൽ പോലും മാറ്റി നിർത്തപ്പെട്ട ദയാഭായി എന്ന ഒറ്റയാൾ പോരാളിയെ ഇന്നും നമ്മൾ വേണ്ട വിധം അടയാളപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദിസ് ഇസ് കൃഷ്ണവേണി ഉണ്ണി ഫ്രം ആർക്കീസ്.